ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന മൂവിയിൽ 4 വ്യത്യസ്ത കഥകളാണുള്ളത്. അതിൽ ആദ്യത്തെ കഥ നമുക്ക് കാണാം. അതിനുമുമ്പ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ആദ്യത്തെ കഥയുടെ പേര് മജ്നു എന്നാണ്, അതായത് ലവർ എന്നർത്ഥം. കഥയുടെ തുടക്കത്തിൽ തന്നെ ബബ്ലു എന്നൊരാള് താനിപ്പോൾ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ലിബാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടിയെ വന്ന് കാണുന്നു. അന്നവരുടെ ആദ്യ രാത്രിയായിരുന്നു. എന്നാൽ ബബ്ലു ആകട്ടെ അവളോട് പറയുന്നുണ്ട്, ഈ വിവാഹം നിന്റെ അച്ഛനും എന്റെ അച്ഛനും തീരുമാനിച്ച് നടത്തിയതാണ്. ഇതൊരു ബിസിനസ് മാത്രമാണ്. അവര് നമ്മളെ തമ്മിൽ വിവാഹം കഴിപ്പിച്ചത് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനാ. പക്ഷെ എനിക്ക് നിന്നിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ അച്ഛനോട് എതിർത്ത് സംസാരിക്കാൻ പറ്റാത്ത കാരണം മാത്രമാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. എന്നിൽ നിന്നും നീ ഒരു പ്രണയം പോലും എക്സ്പെക്ട് ചെയ്യേണ്ട. പക്ഷെ അതുപോലെ തന്നെ നീ ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒന്നും ചെയ്യാനും പാടില്ല. അവൻ ഇഷ്ടമുള്ളയാളെ സ്നേഹിക്കാം, പക്ഷെ അവൾ എപ്പോഴും ഇവനെ മാത്രം ഹസ്ബൻഡായിട്ട് കണ്ട് ഈ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടണം. അതെന്താ രണ്ടുപേർക്കും രണ്ട് നിയമമെന്ന് അവള് ചോദിക്കുന്നു. എന്നാൽ അവൻ കടുപ്പിച്ചു പറയുന്നുണ്ട്, നിനക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ലഭിക്കും, പക്ഷെ മറ്റൊരാളുമായിട്ട് ഒരു രീതിയിലുള്ള ബന്ധത്തിനും പോകാൻ പാടില്ല. കുടുംബത്തിന് അത് ചീത്തപ്പേരാണ്. അതിന് മാത്രമേ നിനക്ക് റെസ്ട്രിക്ഷൻ ഉള്ളൂ. ലിബാക്ഷിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരുപാട് സ്വപ്നങ്ങളോടുകൂടിയാണ് അവൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, വർഷങ്ങളും കടന്നുപോയി. 3 വർഷമായി ഇവർക്കിടയിൽ ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്ന ആ വീട്ടിലെ പല ജോലിക്കാരും ഇവളോട് അടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരാൾ ഇത്തവണ അവളുടെ അടുത്തേക്ക് വരികയും അവൾക്ക് വേണ്ടിയിട്ട് രാത്രിയിലിടുന്ന ചില വസ്ത്രങ്ങൾ സമ്മാനിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് തനിക്ക് കാണാൻ വേണ്ടിയിട്ട് അത് ഇട്ടുകൊണ്ടുവരാൻ പറയുന്നു. ബബുലു അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അവൾ പറയുമ്പോൾ ബബുലു ജോലിക്ക് പോയിരിക്കുകയാണ്, അവൻ ഇപ്പോഴെങ്കിലും തിരിച്ചു വരില്ല എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവള് പോയി ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടുവരുന്നു. പക്ഷെ അയാൾ അവളെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റ് സമയത്ത് ബബുലു വരുന്നു. അവള് ബബുലുവിനെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. താനില്ലാത്ത നേരത്ത് തന്റെ വൈഫിനെ ഇങ്ങനെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നതറിഞ്ഞ് അയാളെ ബബുലു വെറുതെ വിടുന്നില്ല. അയാൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നു. ബബുലുവിന്റെ കൂടെ അയാളുടെ വലങ്കയായിട്ട് എപ്പോഴും ഗോപാൽ എന്ന് പറയുന്ന ആളും ഉണ്ടാകും. ബാക്കി എല്ലാരും പോയി കഴിയുമ്പോ ആ ഡ്രസ്സില് ലിബാക്ഷി ബബുലുവിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു. നീ ഒരുമാതിരി മറ്റേ സ്ത്രീകളുടെ കണക്ക് അഭിനയിക്കാതെ ഇതൊക്കെ നിർത്താനാണ് പറയുന്നത്. പക്ഷെ തനിക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെന്ന് അവള് പറയുന്നു. എന്നാൽ അവൻ അതൊന്നും തന്നെ കാര്യമാക്കിയില്ല. ഇങ്ങനെ പല ആൾക്കാരും വരും, ആരുടെയെങ്കിലും കെണിയിൽ നീ പെട്ടുന്നറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല, കൊന്നു കളയുമെന്ന് തന്റെ തോക്കെടുത്ത് ചൂണ്ടിക്കാട്ടി അവളെ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ അവള് പറയുന്നു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ തോക്കില് പോലും എനിക്ക് വിശ്വാസമില്ല. അതിന്റെ ഉന്നം പോലും തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വന്തം കൈകൊണ്ട് വേണം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നെ കൊന്നുകളയാൻ. ദേഷ്യത്തിൽ ബബുലു അവിടെ നിന്നും പോയി. എന്നിട്ട് അവളോട് മോശമായി പെരുമാറിയ അയാളെ കെട്ടിത്തൂക്കി ചൂടുള്ള എണ്ണയിലേക്ക് കൊണ്ടിടുന്നു. ഈ നാട്ടില് തനിക്കും തന്റെ വൈഫിനും ഒരുപാട് റെസ്പെക്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ വൈഫിനെ ഒരു രീതിയിലും മോശമായിട്ട് ആരും നോക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ബബുലുവിന്റെ അടുത്തേക്ക് അയാളുടെ ഡ്രൈവർ വരുന്നുണ്ട്, തന്റെ മകന് ലണ്ടനിൽ ജോലി കിട്ടിയെന്ന് പറയാൻ വേണ്ടിയിട്ട്. ബബുലു ആകട്ടെ അവനെ പഠിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വർഷത്തിൽ 12 ലക്ഷം രൂപ ലഭിക്കുന്ന ജോലിയാണ് അവന് കിട്ടിയിരിക്കുന്നത്. അവന്റെ പേര് രാജ് എന്നാണ്. ആ സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട് രാജു അവിടേക്ക് വരുന്നുണ്ട്. എന്നാൽ ലിബാക്ഷി ആകട്ടെ രാജിനെ കണ്ടതും അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു അട്രാക്ഷൻ അവനോട് തോന്നാൻ തുടങ്ങി. രാജ് അവളെ നേർക്കുനേർ നോക്കുന്നൊന്നുമില്ല. നേരെ ബബുലുവിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അയാൾക്ക് ഒരു റോളക്സിന്റെ വാച്ചും സമ്മാനിക്കുന്നു. ഇത്രയും വില കൂടിയ വാച്ച് തനിക്ക് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ, ചേട്ടൻ എനിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ അച്ഛൻ ഇവിടെ 30 വർഷക്കാലം ഡ്രൈവറായിട്ട് ജോലിയൊക്കെ കൊടുത്തില്ലേ, അതിന്റെയൊക്കെ സന്തോഷത്തിനാണ് ഞാൻ ഇത് തരുന്നതെന്ന് പറയുന്നു. എന്നാൽ അങ്ങനെ ജോലി കൊടുത്തെങ്കിലും അയാളുടെ ഒരു കാല് ഇടയ്ക്ക് ബബുലു തല്ലി ഒടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ബബുലുവിന്റെ ബെൻസ് കാർ പാർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഇയാൾ ചെടിച്ചട്ടിയിൽ കൊണ്ടിടിച്ചിട്ട് അതിന് കുറച്ച് കേടുപാടുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. ദേഷ്യം വന്ന് അന്ന് കുറച്ച് ചെറുപ്പമായിരുന്ന ബബുലു ആകട്ടെ അയാളെ അടിച്ചിട്ടുമുണ്ട്. ആ അടിയിൽ അയാളുടെ കാല് ഒടിഞ്ഞു. രാജിന് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. എന്നാലും അതൊക്കെ അച്ഛന്റെ കയ്യിലെ തെറ്റുകൊണ്ട് പറ്റിയതല്ലേ എന്നാണ് ബബുലുവിനോട് രാജ് പറയുന്നത്. രാജ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലിബാക്ഷി അവിടേക്ക് വന്നിട്ട് ബബുലുവിന് മാത്രമേ ഗിഫ്റ്റ് ഉള്ളൂ, തനിക്കില്ലെന്ന് ചോദിക്കുന്നു. രാജ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അവളുടെ മുഖത്തേക്ക് പോലും നോക്കാതെയാണ് ചേട്ടത്തി എന്ന് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ബബുലുവിന്റെ വൈഫാണെന്ന് കരുതിയിട്ട് എല്ലാവരും എന്നെ എന്തിനാ ചേട്ടത്തി എന്ന് വിളിക്കുന്നതെന്ന് അവള് ചോദിക്കുന്നു. എന്നാൽ ബബുലു ചേട്ടനോടുള്ള ആ ഒരു റെസ്പെക്ട് കാരണമാണ് എല്ലാവരും നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നതെന്നാണ് രാജ് പറയുന്നത്. അങ്ങനെ റെസ്പെക്ട് തോന്നുന്ന നിനക്ക് എന്തുകൊണ്ടാണ് എന്റെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ പറ്റാത്തെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ബബുലു ചേട്ടന്റെ വൈഫിന്റെ മുന്നിൽ നേർക്കുനേർ നോക്കി സംസാരിക്കാൻ പോലും പാടില്ല. അത് ബബുലു ചേട്ടന്റെ മാത്രം അവകാശമാണ്. അദ്ദേഹം മാത്രമേ നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാവൂ. രാജ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോ ബബുലുവിന് ശരിക്കും രാജിനോട് നല്ല ഇഷ്ടമൊക്കെ തോന്നാൻ തുടങ്ങി. അങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ ബബുലു ആകട്ടെ രാജിനോട് പറയുന്നുണ്ട്, നീ അക്കൗണ്ടിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യില്ലേ, പിന്നെന്തിനാണ് ഇവിടുത്തെ ജോലിയൊക്കെ വിട്ടിട്ട് ലണ്ടനിലേക്ക് പോകുന്നതെന്ന്. താൻ ആ ജോലി തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. അവിടെ 12 ലക്ഷം രൂപ ശമ്പളം ഉണ്ട് ഒരു വർഷം. എന്നാൽ നിനക്ക് ഇവിടെ ഒരു വർഷം 25 ലക്ഷം രൂപ തരാം. നീ എന്റെ ബിസിനസിന്റെ അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം തന്നെ നോക്കാൻ അവനോട് പറയുന്നു. ആദ്യം രാജു മടിക്കുന്നു. എന്നാൽ ബബുലു നിർബന്ധിച്ചപ്പോ അവൻ സമ്മതിക്കുകയും ചെയ്തു. അവിടെ നിന്നും തിരിച്ചു പോകാൻ നേരത്ത് ലിബാക്ഷിയാകട്ടെ അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ മസിലൊക്കെ നോക്കിയിട്ട്, നീ എന്നും വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ, ഇനി വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്നെയും വിളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവൻ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. അവളിൽ നിന്നും മാക്സിമം അകലാനാണ് അവൻ ശ്രമിക്കുന്നത്. ലിബാക്ഷി രാജിനോട് അടുക്കാൻ ശ്രമിക്കുന്നത് ബബുലുവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബബുലുവിനെ സംബന്ധിച്ച് അവളിൽ അവന് ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും അവർക്ക് കുട്ടികളുമില്ല, അവർക്കിടയിൽ അങ്ങനെ ഒരു ബന്ധവുമില്ല. അത് കാരണം തന്നെ ബബുലുവിന്റെ അച്ഛനും മറ്റും ബബുലുവിനോട് പലപ്പോഴും പിണക്കത്തിലായിരുന്നു.
അവർക്കൊരു കുഞ്ഞിക്കാല് കാണണമെന്ന് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. ഇവിടെ രാജിനോട് അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ പോലെ വീണ്ടും ആ ബബുലുവിന്റെ അടിമയായിട്ട് ജീവിക്കാൻ പോകുന്നതെന്ന്. എന്നാൽ തനിക്ക് വർഷത്തിൽ 25 ലക്ഷം സാലറി കിട്ടുമെന്ന് പറയുന്നു. പണ്ടവൻ എന്റെ കാല് തല്ലി ഓടിച്ചതാ, അതൊക്കെ നീ മറന്നെന്ന് ചോദിക്കുമ്പോൾ അത് അച്ഛന്റെ കയ്യിലെ തെറ്റ് തന്നെയായിരുന്നു, അതൊന്നും ഇപ്പൊ കാര്യമാക്കേണ്ട കാര്യമില്ല, കാശാണ് എല്ലാവർക്കും വലുതെന്നാണ് രാജു പറയുന്നത്. രാജു തന്റെ കൂട്ടുകാരോട് ലിബാക്ഷിക്കും ബബുലുവിനും ഇടയിലെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്നു. ബബുലു മറ്റൊരാളെ സ്നേഹിച്ചിരുന്നു. ഇവരുടെ രണ്ടുപേരുടെയും ഫാദേഴ്സ് ബിസിനസിന്റെ ആവശ്യമായിട്ട് ഇവരെ രണ്ടുപേരെയും വിവാഹം കഴിപ്പിച്ച് ബന്ധുക്കാരാക്കി. പക്ഷെ ഇവർക്കിടയിൽ ഒരു നല്ല ബന്ധം ഒന്നും തന്നെയില്ല. ഒരു കുട്ടി ഉണ്ടാക്കാത്തതിന്റെ പ്രശ്നം അവരുടെ കുടുംബത്തിലും ഉണ്ട്. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ രാജിന് ലിബാക്ഷിയോട് ഒരു ഇൻട്രസ്റ്റ് തോന്നാൻ തുടങ്ങി. അവൻ അവളുടെ സോഷ്യൽ മീഡിയയിൽ കയറി അവളുടെ ഫോട്ടോസ് ഒക്കെ നോക്കുന്നു. പിന്നീട് ബബുലുവിന്റെ കൂടെ കൂടിയ രാജാകട്ടെ അവന്റെ സകല അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം തന്നെ മാനേജ് ചെയ്യുന്നു. അവന്റെ ബ്ലാക്ക് മണി എല്ലാം തന്നെ ഫോറിൻ കൺട്രീസിലേക്ക് അയച്ചിട്ട് വൈറ്റ് മണി ആക്കുന്ന പരിപാടി എല്ലാം തന്നെ അവൻ ചെയ്യുന്നുണ്ട്. ബബുലുവിനും ബാക്കിയുള്ളവർക്കും അതിനെപ്പറ്റി വലിയ ധാരണയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാം താൻ നോക്കിക്കൊള്ളാമെന്നാണ് രാജ് പറയുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് ആ വീട്ടിൽ ജോലിക്ക് വരാൻ തുടങ്ങിയ രാജാകട്ടെ പലപ്പോഴും ലിബാക്ഷിയെ കാണുകയും അവളെ ഒളിഞ്ഞു നോക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ദിവസം അവൾ രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് വെള്ളം കുടിച്ചിട്ട് പോകുന്നു. അവൾ ബാക്കി വെച്ച ആ വെള്ളത്തിന്റെ ഗ്ലാസ് എടുത്ത് അതിലുണ്ടായിരുന്ന വെള്ളം ആരും കാണാതെ അവൻ കുടിക്കുന്നു. എന്നാൽ ലിബാക്ഷി ഇത് കാണുന്നുണ്ടായിരുന്നു. എന്റെ മുഖത്ത് നോക്കി നീ സംസാരിക്കില്ല, എന്നെ ചേട്ടത്തിന്ന് വിളിക്കും, പക്ഷെ ഞാൻ കുടിച്ചിട്ട് വെച്ചിട്ട് പോയ വെള്ളമൊക്കെ എടുത്ത് കുടിക്കും. നിനക്ക് ധൈര്യമില്ലെങ്കിൽ നീ ഈ വക പരിപാടിക്ക് നിൽക്കണ്ട. എന്റെ മുഖത്ത് നോക്കി എന്നോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നീ എന്നോട് ഇൻട്രസ്റ്റ് കാണിച്ചാൽ മതി. അവൾ ഇത്ര ക്ലോസ് ആയിട്ട് വന്ന് നിൽക്കുന്ന കാരണം രാജ് പറയുന്നുണ്ട്, ബബുലു ചേട്ടൻ കാണും, മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത് ഈ കുടുംബത്തിൽ സ്ത്രീകൾ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ല എന്ന്. എന്നാൽ ദേഷ്യം വന്നിട്ട് അവൾ പറയുന്നുണ്ട്, വന്ന കാലം തൊട്ട് ഞാൻ കേൾക്കുന്നതാ ഇങ്ങനെ ഓരോരോ റെസ്ട്രിക്ഷൻസ്. ഇവിടെ ഞാൻ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. നിങ്ങൾ എല്ലാ ആണുങ്ങളും ഒരുപോലെയാണ്. ബബുലുവിന്റെ സ്നേഹം പോലും കിട്ടാതെ ഇത്രയും കാലം അവൾ ആ വീട്ടിൽ നിൽക്കുന്നത് ആലോചിച്ചിട്ട് അവന് വിഷമം തോന്നുന്നുണ്ട്. രാജാകിട്ട് ബബുലുവിനോട് സംസാരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്കിടയിൽ ഒന്നുമില്ലാതെ എന്തിനാ ഇങ്ങനെ ഒരു വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ലിബാക്ഷി അവളുടെ വഴിക്ക് വിട്ടൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ബബുലു പറയുന്നു, ആഗ്രഹം എനിക്കും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അങ്ങനെ വിടാൻ പറ്റില്ല. കാരണം അവളുടെ അച്ഛൻ MP ആണ്. ഇവരുടെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്നത് അയാളുടെ ഹെൽപ്പ് ഉള്ളത് കൊണ്ടാണ്. എങ്ങാനും അവളെ ഞാൻ വിട്ടുകഴിഞ്ഞാൽ എന്റെ ഈ സാമ്രാജ്യം തന്നെ ഇല്ലാതെയാകും. അതുകൊണ്ട് അവളെ ഒരു രീതിയിലും അയാളെ ഡിവോഴ്സ് ചെയ്ത് കളയില്ല. അവൾക്കൊട്ട് സ്നേഹം കൊടുക്കുകയുമില്ല, അവളെ ഭാര്യയായിട്ട് കാണുകയുമില്ല. അങ്ങനെ ഒരു ദിവസം രാജനാകട്ടെ ബബുലുവിന്റെ കൂടെ പുറത്തു പോകണമായിരുന്നു. എന്നാൽ അന്ന് രാജ് ബബുലുവിനെ വിളിച്ച് പറയുന്നുണ്ട്, തനിക്ക് സുഖമില്ല, വേറെ ആരെങ്കിലും കൂട്ടിയിട്ട് പോകാൻ. അങ്ങനെ ബബുലു പോയി കഴിയുമ്പോൾ രാജും ലിബാക്ഷിയും വീട്ടിൽ ഒറ്റയ്ക്കായി. രാജ് ലിബാക്ഷിയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നു. ബബുലു ഇല്ലെങ്കിൽ നിനക്ക് നല്ല ധൈര്യമാണല്ലോ എന്നാണ് ലിബാക്ഷി പറയുന്നത്. നീ ധൈര്യം കാണിക്കുകയാണെങ്കിൽ ഈ തടവറയിൽ നിന്ന് ഞാൻ നിന്നെയും കൊണ്ട് ഒളിച്ചോടുമെന്ന് രാജ് പറയുന്നു. അവൻ അവളെ ഒരുപാട് ഇഷ്ടമാണെന്നും പറയുന്നു. അങ്ങനെ അവർ കിസ് ചെയ്യുകയാണ്. എന്നാൽ ഒരു നിമിഷം ലിബാക്ഷി പിന്മാറിയിട്ട് പറയുന്നുണ്ട്, ഞാനുമായിട്ട് ആരൊക്കെ കണക്ട് ആയിട്ടുണ്ടോ അവരെ എല്ലാവരെയും ബബുലു കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ നീയും നിന്റെ മരണം വിളിച്ചു വരുത്താൻ നിൽക്കണ്ട. എന്നാൽ തനിക്ക് ആരെയും പേടിയില്ല എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവരൊരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് കടക്കുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളിൽ ബബുലുവിനെ രാജാകട്ടെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. പല എക്സസൈസും ചെയ്യിപ്പിക്കുന്നു. ഇതെല്ലാം തന്നെ ലിബാക്ഷിയും കാണുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് രാജനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ലിബാക്ഷിയാകിട്ട് ബബുലുവിന്റെ അടുത്തേക്ക് പോവുകയും അയാളുടെ കവിളിൽ ഉമ്മ വെച്ചിട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ബബുലുവിന് ഇതൊന്നും ഇഷ്ടമല്ല. രാജന് ഇത് കാണുമ്പോൾ ദേഷ്യവും വരും. തന്നെ ദേഷ്യം പിടിപ്പിക്കാനല്ലേ നീ ഇതൊക്കെ കാണിക്കുന്നതെന്ന് പിന്നീട് കാണുമ്പോഴൊക്കെ അവൻ പറയുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ബന്ധം കൂടി കൂടി വന്നു. പല രാത്രികളിലും അവർ ഒരുമിച്ചുറങ്ങി. ഒടുവിലൊരു രാത്രി അവൾ അവനോട് പറയുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് 2 പേർക്കും ഇവിടെ നിന്നും ഒളിച്ചോടാമെന്ന്. നീ റെയിൽവേ സ്റ്റേഷനിൽ വരണം. രാജു അതിന് എസ് പറഞ്ഞു. അങ്ങനെ അന്ന് ബബുലു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ പേരിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കവർ പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിൽ കുറെ ഫോട്ടോസ് ആയിരുന്നു. ഫോട്ടോസ് കണ്ട് അയാൾ ആകെ ടെൻഷനായി. നേരെ അയാൾ രാജിന്റെയും ഗോപാലിന്റെ അടുത്തേക്ക് വരുന്നു. രാജിനോട് ഒറ്റയ്ക്ക് അങ്ങോട്ടേക്കൊന്ന് വരാൻ പറയുന്നു. താനും വരാമെന്ന് ഗോപാൽ പറഞ്ഞെങ്കിലും നീ വരണ്ട, രാജു മാത്രം വന്നാൽ മതി എന്നാണ് പറയുന്നത്. രാജിന് ആകെ ടെൻഷനായി. ഇയാൾ എന്തിനാണ് തന്നെ വിളിക്കുന്നതെന്ന് മനസ്സിലായില്ല. പുറത്തേക്ക് ഇറങ്ങി ചെന്ന രാജാകട്ടെ, ചേട്ടൻ എന്തിനാ എന്നെ വിളിപ്പിച്ചത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. നീ എന്നെ ഇങ്ങനെ ചേട്ടാന്ന് വിളിക്കണ്ട, എനിക്കിത് കേട്ട് കേട്ട് മടുത്തു. ഞാൻ ഒരിക്കലും നിന്റെ ചേട്ടനല്ല എന്ന് ബബുലു ദേഷ്യത്തോടെ പറയുന്നു. ഞാൻ നിന്റെ ചേട്ടനാകാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ്. അത് പറഞ്ഞിട്ട് ബബുലു ആകട്ടെ രാജിനെ കിസ് ചെയ്യാൻ തുടങ്ങിയാണ്. അതായത് ബബുലു ഒരു ഗേ ആണ്. അതുകൊണ്ടാണ് അവന് ലിബാക്ഷിയെ സ്നേഹിക്കാൻ കഴിയാത്തത്. ഇത്രയും ദിവസം കൊണ്ട് ബബുലുവിന് രാജിനോട് ഇഷ്ടം തോന്നാൻ തുടങ്ങിയിരിക്കുന്നു. അയാൾ അവനെ നോക്കി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ബബുലു കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് രാജിന് മനസ്സിലായി. അതുകൊണ്ട് അവൻ വലുതായിട്ട് ഒന്നിനും റിയാക്ട് ചെയ്തില്ല. എന്നിട്ട് ബബുലു തന്റെ സങ്കടങ്ങൾ പറയുകയാണ്. താൻ അശ്വിൻ എന്ന് പറയുന്ന ഒരു പയ്യനെ പ്രണയിച്ചിരുന്നു. ഇവർക്കിടയിലെ ബന്ധം ബബുലുവിന്റെ അച്ഛൻ കണ്ടുപിടിക്കുകയും അശ്വിനെയും ഫാമിലിയെയും ഈ നാട്ടിൽ നിന്ന് തന്നെ നാട് കടത്തുകയും ചെയ്തു. അവനെ ഒരുപാട് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനേ ബബുലുവിന് സാധിച്ചില്ല. അതിനുശേഷം ലിബാക്ഷിയുടെ വീട്ടുകാരുമായിട്ട് ആലോചിച്ച് അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. തനിക്ക് ഒരു രീതിയിലും ഒരു സ്ത്രീയെ സ്നേഹിക്കാൻ കഴിയില്ല എന്നും തനിക്കൊരു പുരുഷനോട് മാത്രമേ പ്രണയം തോന്നൂ എന്നും ബബുലു പറയുന്നു. പക്ഷെ ഞാൻ തുടക്കത്തിൽ തന്നെ ലിബാക്ഷിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കുന്ന ഒന്നും തന്നെ അവൾ ചെയ്യാൻ പാടില്ല എന്ന്. ഇന്ന് അവൾ അത് ചെയ്തിരിക്കുന്നു. അത് പറഞ്ഞിട്ട് ആ ഫോട്ടോസ് രാജിനെ കാണിക്കുന്നു. എന്നാൽ ആ ഫോട്ടോസിൽ അവളെ കിസ് ചെയ്ത് കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് ബബുലുവിന്റെ വലങ്കയായിട്ടുള്ള ഗോപാലായിരുന്നു. ഗോപാൽ തന്നോട് ഈ ചതി ചെയ്തിരിക്കുന്നു. അവളെ ഇനി ജീവനോടെ വെച്ചേക്കാൻ പറ്റില്ല, അവളെ നീ കൊല്ലണം. ഞാൻ ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ ഉണ്ടാവും, നീയും എന്റെ കൂടെ
ഉണ്ടാവില്ലേ? രാജിന് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് തന്നെ രാജു പറയുന്നു. ലിബാക്ഷിയെ താൻ കൊല്ലാമെന്നും പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാജാകട്ടെ ബബുലിനോട് വന്ന് പറയുന്നുണ്ട് ലിബാക്ഷിയും ഗോപാലും ഒരുമിച്ച് ഒളിച്ചാടാനുള്ള പ്ലാനിംഗ് ആണ്. അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ സ്റ്റേഷനിലെത്താതെ ഗോപാലിനെ നിങ്ങൾ നോക്കിക്കൊള്ളണം. സ്റ്റേഷനിൽ വെച്ചിട്ട് ലിബാക്ഷിയെ ഞാൻ കൊന്നുകൊള്ളാമെന്നും രാജു പറയുന്നു. ഇവിടെ ലിബാക്ഷിയാകട്ടെ രാജിന്റെ കൂടെ ഒളിച്ചോടാനുള്ള പ്ലാനിംഗ് ആണ്. അവള് തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് സ്റ്റേഷനിലേക്ക് പോയി. അതേസമയം രാജൻ തന്റെ സാധനങ്ങൾ പാക്ക് ചെയ്ത് ബസിന്റെ അടുത്തേക്ക് പോകുന്നത് കാണിക്കുന്നു. ഇവിടെ ഗോപാല് ലിബാക്ഷിയുടെ കൂടെ ഒളിച്ചോടാൻ പോവുകയാണെന്ന് വിചാരിച്ചിട്ട് ഗോപാലിനെ കെട്ടിയിട്ട് അടിക്കുകയായിരുന്നു ബബലു. എന്നാൽ ഗോപാലു പറയുന്നുണ്ട് ഞാൻ ലിബാക്ഷിയെ തെറ്റായിട്ട് ഒരു രീതിയിലും കണ്ടിട്ടില്ല എന്ന്. നിന്നെ ഞാൻ എന്റെ ഫാമിലി ആയിട്ടാണ് കണ്ടിട്ടുള്ളത്, അല്ലാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് അവളുമായിട്ട് ഒരു ബന്ധവുമില്ല. അയാൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ബബലുവിന്റെ ഫോണിലേക്ക് രാജന്റെ മെസ്സേജ് വരുന്നു. എന്നിട്ട് യഥാർത്ഥത്തില് ലിബാക്ഷിയെ കിസ് ചെയ്തത് ഗോപാലല്ല എന്നും താനാണെന്നും പറയുന്നുണ്ട്. എന്നിട്ട് അതിന്റെ തെളിവിന് കുറെ ഫോട്ടോസും വീഡിയോസും അതിൽ അയച്ചു കൊടുക്കുന്നു. ഇതെല്ലാം തന്നെ ശരിക്കും രാജന്റെ പ്ലാനിംഗ് ആയിരുന്നു. രാജന്റെ അച്ഛന്റെ കാല് ഇയാൾ തല്ലിയൊഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ ദേഷ്യം അവന്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അതിനെന്തെങ്കിലും ഒരിക്കൽ പകരം വീട്ടാൻ ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു രാജ്. ആ അവസരം വീണ് കിട്ടിയപ്പോൾ അവൻ ഉപയോഗിച്ചു. വിഭാക്ഷിയുടെ കൂടെ പ്രണയം നടിച്ച് ഒരുമിച്ചുള്ള വീഡിയോസും ഫോട്ടോസും എടുത്തു. എന്നിട്ട് അത് മോർഫ് ചെയ്ത് അതിൽ ഗോപാലാണെന്ന് പറഞ്ഞിട്ട് ബബലുവിന് അയച്ചു കൊടുത്തു. ബബലു ഗോപാലിനെ തെറ്റിദ്ധരിച്ച് അവനെ അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ബബലുവിന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന ക്യാഷ് സ്വന്തം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ നിന്ന് സാധനങ്ങളും പാക്ക് ചെയ്ത് അവൻ അവന്റെ ഫാമിലിയെ ആദ്യം ഇവിടെ നിന്നും പുറം നാട്ടിലേക്ക് അയച്ചു. എന്നിട്ടിപ്പോൾ ഇവനും നാടുവിടുകയാണ്. പാവൻ രാജിന്റെ കൂടെ ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ട് സ്റ്റേഷനിലേക്ക് പോയ ലിബാക്ഷിയാകട്ടെ അവിടെ ഒറ്റയ്ക്ക് തളർന്നിരിക്കുന്നു. അവൻ തന്നെ ചതിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി. സത്യങ്ങൾ അറിഞ്ഞ ബബലു ആകട്ടെ സ്റ്റേഷനിലേക്ക് വരുമ്പോ തകർന്നിരിക്കുന്ന അവളെയാണ് കാണുന്നത്. നിങ്ങൾ എന്നെ കൊന്നുകൊള്ളാൻ അവൾ പറയുന്നു. തോക്കുകൊണ്ടല്ല, കൈകൊണ്ട് ഞെരിച്ചു കൊല്ലണം. അവളുടെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങിയ ബബലുവിനോട് അവൾ പറയുന്നുണ്ട് താൻ പ്രഗ്നന്റ് ആണെന്ന്. ആ നിമിഷം ബബലു തന്റെ കൈ പിൻവലിച്ചു. രാജു പറഞ്ഞ ചില വാക്കുകൾ ബബലുവിന്റെ മനസ്സിലൂടെ പോകുന്നു. അവനെ ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ ഇരട്ടി സന്തോഷം അവൻ അവർക്ക് തിരിച്ചു കൊടുത്തിട്ടേ പോകാറുള്ളൂ. അതുപോലെ ലിബാക്ഷിക്കും ബബലുവിനും വേണ്ടിയിട്ട് അവരുടെ കുടുംബം മുഴുവൻ ആഗ്രഹിച്ച ആ കുഞ്ഞിനെ രാജു കൊടുത്തിരിക്കുന്നു. എന്തായാലും ബബലുവിനെ കൊണ്ട് അത് സാധിക്കില്ല എന്ന് അവനറിയാം. പാവം ബബലുവിനെയും ലിബാക്ഷിയും ഒരുപോലെ പ്രണയത്തിലാക്കി പറ്റിച്ച് രാജ് കടന്നു കളഞ്ഞതോടുകൂടി ഇനിയിപ്പോ ഇവർക്ക് പരസ്പരം ആശ്വാസമായിട്ട് ജീവിക്കാനേ പറ്റൂ. ബബലു ലിബാക്ഷിയുടെ കൈ പിടിച്ച് അവളെ വീണ്ടും അവന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന പോലെ കാണിക്കുന്നിടത്താണ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്.